നമ്മൾ കേൾക്കാൻ പോകുന്നത് ലവ് സംബീഷൻ എന്ന ചൈനീസ് ഡ്രാമയുടെ 11ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാ പിന്നെ വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോ, ഹീറോയിൻ, അതുപോലെ തന്നെ ഹീറോയിന്റെ പഴയ കൂട്ടുകാരനില്ലേ, അവരെല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അതിന്റെ ഇടയിൽ തന്നെ ഈ കൂട്ടുകാരൻ ഹീറോയിനോട് പറയുന്നുണ്ട് അവന്റെ പ്രോജക്റ്റിനെ പറ്റിയൊക്കെ. എന്തോ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആണ്, അതിന് ഫണ്ട് ഇറക്കണമെന്നാണ് ഹീറോയിനോട് പറയുന്നത്. കാരണം ഹീറോയിന്റെ വലിയ കമ്പനിയല്ലേ, അതിൽ കൂടെ തന്നെ അവന് വലിയ രീതിയിൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ആ പ്രോജക്റ്റിനെ പറ്റിയൊക്കെ ഹീറോയിനോട് പറയുമ്പോൾ ഹീറോയിനോട് പറയും അത് വേണ്ട, നമ്മുടെ കമ്പനിക്ക് മെഡിക്കൽ ഫീൽഡുമായിട്ട് വലിയധികം ബന്ധമില്ല, അപ്പൊ ഈ അറിയാത്ത ഫീൽഡിൽ ഇറങ്ങിയാൽ അത് ചിലപ്പോൾ ലാഭം ഉണ്ടാക്കത്തില്ല എന്ന് ഹീറോയിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഹീറോയിൻ നോക്കുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരന് ഇത് ഇഷ്ടപ്പെടത്തില്ല. അവനെ കൂട്ടുകാരനെന്ന് വിളിക്കുന്നതിൽ അവൻ വില്ലനാണ് കേട്ടോ. ഹീറോയിന് റെസ്റ്റ് റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവള് ഹീറോയിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അവള് പോയ ഉടനെ ഈ കൂട്ടുകാരനാണെങ്കിൽ വീണ്ടും ഈ പ്രോജക്റ്റിനെ പറ്റി ഹീറോയിനോട് പറയും ഇത് അടിപൊളി പ്രോജക്റ്റ് ആണ്, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവുമെന്ന്. എന്നാൽ ഹീറോ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിനെപ്പറ്റി പറയണ്ട, കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറയും. ഹീറോയിൻ എണീറ്റ് പോയില്ലേ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ വാക്കവും മാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവനോട് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞത്. ഈ നേരം ഹീറോയിൻ റെസ്റ്റ് റൂമിൽ വന്നിട്ട് അവള് ഇത് എന്ത് ചെയ്യുമെന്ന് അറിയാതെ ചിന്തിച്ച് നിൽക്കുകയാണ്. കുറെ നേരം അവൾ അങ്ങനെ നിൽക്കും. പിന്നീട് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അവൾ എന്താ കാണുന്നത്, പുറത്ത് തന്നെ അവൻ ഇരിപ്പുണ്ട് കൂട്ടുകാരൻ. ഹീറോയിനെ കണ്ട ഉടനെ കൂട്ടുകാരൻ അടുത്തോട്ട് വരും. അവൾ അടുത്ത് വന്നിട്ട് നീ എന്തിനാ അങ്ങനെയൊക്കെ പെരുമാറിയത്, ഹസ്ബൻഡിനോട് മെഡിക്കൽ ഫീൽഡിലോട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞ എന്തിനാ, നീയും കള്ളിയാണ് ഞാനും കള്ളിയാണ്, നീ ഇതിനെങ്ങാണ് എതിരെ നിന്നാലും ഞാൻ നിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുക്കും നിന്റെ കള്ളത്തരങ്ങളെല്ലാം. എന്നാൽ ഹീറോയിന് താല്പര്യമില്ല ഹീറോയിൻ ഒറ്റ കൊടുക്കാനായിട്ട്. ഹീറോയിന്റെ ഒരുപാട് പണം നഷ്ടപ്പെട്ടു പോകും അവന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ. അതുമല്ല ഹീറോയിന് ഒരുപാട് ഇഷ്ടമാണ്. ഇവൾ അടുക്കത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കൂട്ടുകാരനാണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് വരും. എന്നിട്ട് അവളുടെ മുമ്പിൽ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഞാൻ മൊത്തത്തിൽ കടം കയറി നിൽക്കുകയാണ്, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാനുണ്ട്, ഈ കിട്ടിയ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും, അതൊന്നും വേണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. എന്താ, നിന്റെ ഹസ്ബൻഡിനോട് പറയണം ഞാനുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ നിനക്ക് കിട്ടിയ എല്ലാം നഷ്ടപ്പെടുത്തും, നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ട് അവനൊരു ഭീഷണിയുടെ സ്വരത്തിൽ നിന്ന് അവിടെ നിന്ന് പോകും. ഹീറോയിൻ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഹീറോയിൻ കാർ എടുത്ത് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ ഇവൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഈ കാറ് പോകുന്ന സമയത്ത് ഒരാളെടുത്ത് കുറുക്ക് ചാടും എന്തോ സൈക്കിളുമായിട്ട്. ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് കാറ് ചവിട്ടി നിർത്തും. അയാൾ കുറെ ചീത്തയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഹീറോയിൻ അങ്ങ് ഇല്ലാണ്ടായി പോകും. ഇപ്പം ഇവൾ ഇങ്ങനെ ചിന്തിച്ച് വണ്ടി ഓടിച്ചപ്പോൾ വണ്ടി തട്ടണ്ടയായിരുന്നു, ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. ഹീറോയിൻ കുറച്ചു നേരം കാർ ഒതുക്കിയിട്ട് അങ്ങനെ ഇരിക്കും. ഇപ്പൊ തട്ടണ്ടയല്ലായിരുന്നോ, പിന്നെ മറ്റേ ടെൻഷനോട് ഉണ്ട്. ഈ നേരം ഹീറോ കമ്പനിയിൽ വന്നിട്ടുണ്ട്. അവന്റെ അസിസ്റ്റന്റിനോട് ഈ കൂട്ടുകാരനെ പറ്റി തിരക്കാൻ പറയും. ഹീറോയ്ക്ക് അവനെ പറ്റി അറിയത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോന്ന് അവൻ അറിയാൻ പാടില്ല. ഇനിയിപ്പോ ഭാര്യയെ പറഞ്ഞായിരുന്നാലും അത് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനോട് അവനെ പറ്റി അന്വേഷിക്കാൻ പറയും. അവൻ നല്ലവനാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനായിട്ട്. രാത്രിയാകുമ്പോൾ ഹീറോയിൻ വീട്ടിൽ തിരിച്ചു വരും. അവിടെ നിന്നിട്ട് ഇവനെ ഫോൺ വിളിക്കുകയാണ്. ഈ കൂട്ടുകാരനാണ് ഹീറോയിനെ വിളിച്ചത്. എന്നിട്ട് അവളോട് വീണ്ടും അവളോട് ഇത് ചെയ്യാൻ പറയാണ്. ഹീറോയിന് ഇതിനകത്തോട്ട് ഇറക്കാൻ പറയുകയാണ്. അവള് പറഞ്ഞ കേൾക്കുമല്ലോ. എന്നാൽ ഹീറോയിൻ അതിന് താല്പര്യമില്ല, ഞാൻ നിന്നെ സഹായിക്കത്തില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. ഹീറോ ആണെങ്കിൽ ഉറങ്ങിക്കിടന്നെയാണ്. ഇപ്പൊ ഇവളുടെ അലപ്പ് കേട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി വരും. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ സത്യം പറയില്ല, ഞാൻ എന്തോ വർക്കിന്റെ ആവശ്യത്തിനായിട്ട് സംസാരിക്കുന്നതാന്ന് പറയും. പിന്നെ ഹീറോയിന്റെ മുഖത്ത് ഒരുപാട് വിഷമമുണ്ട്, എന്തോ ഒരു സ്ട്രെസ് പോലെ. ഇത് മനസ്സിലാക്കി ഹീറോ ആണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് ചെല്ലും. എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, വിഷമം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ ഹീറോയിൻ പറയും ഞാനിപ്പോ 2 ജോലി ചെയ്യുന്നില്ലേ, ഒന്ന് ഹോസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആങ്കറായിട്ടും, അതിന്റെ സ്ട്രെസ് ആണെന്ന്. നിന്നെ കൊണ്ട് ഇത് കഴിയത്തില്ലെങ്കിൽ ഇത്ര സ്ട്രെസ് എടുത്ത് പണിയെടുക്കണ്ട, ഇത് കളഞ്ഞേക്കാൻ ഹീറോ പറയും. എന്നാൽ ഹീറോയിന്റെ ഡ്രീമാണിത്, അത് കളയാൻ പറ്റില്ല. ഹീറോയിനോട് ഇത് പറയുമ്പോൾ അവളുടെ ഫോണിലോട്ട് നിരന്തരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അവൾ ഹീറോയിനെ കെട്ടിപ്പിടിച്ചിട്ട് പതിയെ ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും. മറ്റവന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഹീറോയിൻ എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അവൾ ആ ഫോൺ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ഈ നേരമല്ല കൂട്ടുകാരനാണെങ്കിൽ ഹീറോയിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിറ്റേ ദിവസം ഹീറോയിൻ ജോലിക്കായിട്ട് കാർ പാർക്ക് ചെയ്യാനായിട്ട് വരും. ജോലിക്ക് പോകാനായിട്ട് കാർ പാർക്ക് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരുത്തൻ കയറി പിടിക്കും. അവളെ ഫിറ്റിയിൽ ചേർത്ത് വെച്ചിട്ട് നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കും. അത് വേറെ ആരുമല്ല, കൂട്ടുകാരൻ തന്നെയാണ്. ഹീറോയിനെ വീണ്ടും വരട്ടും. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവളെ അവിടെ വെച്ച് ഇറുക്കുകയാണ്. അവളെ ദേഹം നോവിക്കുകയാണ്. ഹീറോയിനെ അങ്ങോട്ട് അനങ്ങാൻ പറ്റുന്നില്ല, ആരുമില്ല. അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ബഹളം വെക്കാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റർ അങ്ങോട്ട് വരിക. സിസ്റ്റർ വന്നിട്ട് അവനെ തള്ളി മാറ്റും. എന്താടാ നിന്റെ പ്രശ്നം, നീ എന്തിനാ അവളെ പിടിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അവൻ എന്നിട്ടും അടങ്ങുന്നില്ല. ഹീറോയിനെ ഉപദ്രവിക്കാൻ വരുമ്പോൾ ഞാൻ പോലീസിനെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞിട്ട് അവൾ പോലീസിനെ വിളിക്കും. ഇത് കണ്ട് പേടിച്ചിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോകും. അവൻ പോയ ഉടനെ സിസ്റ്റർ ഹീറോയിന്റെ അടുത്ത് ചെല്ലും, എന്താ പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇത് കഴിഞ്ഞ് ഹീറോയിനെയും വിളിച്ച് സിസ്റ്റർ കഫറ്റീരിയയിൽ പോയിരിക്കും. സിസ്റ്റർ അവളോട് കാര്യം തിരക്കെങ്കിലും അവൾ പറയത്തില്ല. എന്നാൽ സിസ്റ്റർ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. പണ്ടത്തെ പോലെ തന്നെ നീ എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഒതുകുമെന്ന് പറയും. എന്നാലും നമ്മുടെ സിസ്റ്ററിന് ഒരു വ്യത്യാസവും ഇല്ല, പഴയതുപോലെ തന്നെ. സിസ്റ്റർ ആണെങ്കിൽ ഒരു ഗിഫ്റ്റ് എടുത്ത് ഹീറോയിന് കൊടുക്കും. വേറൊന്നുമല്ല, ഈ ഹീറോയിൻ ആണെങ്കിൽ സിസ്റ്ററിന്റെ ട്യൂഷൻ ഫീസ് എല്ലാം അടച്ചു. അവൾ കോളേജിൽ പോകാൻ പോകുന്ന ഫീസൊക്കെ അവൾ ഒന്നും കൂടെ കോളേജിൽ പോകാൻ പോവാണ് പഠിക്കാനായിട്ട്. ക്വാളിഫിക്കേഷൻ ഇല്ല, നടക്കത്തില്ല എന്ന് അവൾക്ക് മനസ്സിലായി, അതുകൊണ്ടാണ്. എന്നാൽ അതിന്റെ ഫീസ് എല്ലാം അടച്ചത് ഹീറോയിനാണ്. ഹീറോയിൻ സിസ്റ്ററിനെ സഹായിച്ചതാണ്.
അതിനൊരു സമ്മാനം എന്നുള്ള രീതിയിൽ ഹീറോയിന് ആ പെട്ടി കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ഗിഫ്റ്റാണ്, ഒരു മേക്കപ്പ് സെറ്റാണ്. ഹീറോയിൻ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും. ഹീറോയിൻ ഞാൻ ബില്ല് അടയ്ക്കാന്ന് പറയുമ്പോൾ, അതായത് കഴിച്ചതിന്റെ ബില്ല് അടയ്ക്കാന്ന് പറയുമ്പോൾ സിസ്റ്റർ ഓൾറെഡി ബില്ല് അടച്ചു കഴിഞ്ഞു. എന്നാൽ പിന്നെ ഇന്ന് എന്റെ വക ചെലവാന്ന് പറഞ്ഞിട്ട് ആ കടയിൽ ഏറ്റവും കൂടിയ കേക്ക് കൊണ്ടുവരാനായിട്ട് ഹീറോയിൻ വിളിച്ചു പറയും സിസ്റ്ററിന് കൊടുക്കാനായിട്ട്. സിസ്റ്ററിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഹീറോയിൻ അവളുടെ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുന്ന സമയത്ത് അവളുടെ ഫോണിനകത്തോട്ട് ഒരു കോള് വരും. വിളിച്ചത് അച്ഛനാണ്. അച്ഛൻ വിളിച്ചിട്ട് എനിക്ക് നിന്നെ പെട്ടെന്ന് കാണണം, ഞങ്ങൾ നീ വർക്ക് ചെയ്യുന്ന സിറ്റിയിലുണ്ട്, ഞങ്ങളൊരു ലൊക്കേഷൻ അയക്കാം, അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അവൾക്ക് മെസ്സേജ് ഇടും. ഫോൺ വിളിച്ചിട്ടാണ് ഈ ലൊക്കേഷൻ മെസ്സേജ് ഇടുന്നത്. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് ഹീറോയിന് മനസ്സിലായി. ഹീറോയിൻ ആണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് എന്താ പ്രശ്നം എന്നറിയാതെ അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അമ്മ ഡോറ് തുറന്ന് ഹീറോയിൻ അകത്തോട്ട് കയറ്റും. നോക്കുമ്പോൾ വേറെ ആരുമല്ല, ആ കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ ഈ അച്ഛനോടും അമ്മയോടും വന്ന് കാര്യങ്ങൾ പറഞ്ഞു ഹീറോയിൻ ഫേക്ക് ആയിട്ട് പേരൻസിനെ നിർത്തിയെന്ന്. ഹീറോയിനെ കണ്ട ഉടനെ ഈ കൂട്ടുകാരനുണ്ടല്ലോ നല്ല പിള്ള കളിക്കും. പേരൻസ് എല്ലാം ഇങ്ങനെയാണ്, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല, അവരൊരുപാട് നന്നായിട്ടല്ലേ നിന്നെ നോക്കിയത്, എന്നിട്ട് നീ നിന്റെ പേരൻസിനോട് ഇങ്ങനാണോ പെരുമാറുന്നത്, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഈ കൂട്ടുകാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഹീറോയിനും അച്ഛനും അമ്മയ്ക്ക് സംസാരിക്കാനായിട്ട്. അവൻ പോയ ഉടനെ ഇത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന അച്ഛനാണെങ്കിൽ പെട്ടെന്ന് ചൂടാവും ഹീറോയിനോട്. എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ട് നീ കള്ളക്കല്യാണം നടത്തും, നീ അച്ഛനെ അമ്മയെ ഫേക്ക് ചെയ്തിട്ട് കല്യാണം നടത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്. അതല്ല ഈ അച്ഛൻ പറയും ഇത്രയും നല്ലവനായിട്ടുള്ള എനിക്ക് നിന്നെ പോലെ ഒരു മോശമായിട്ടുള്ള പെൺകുട്ടി എങ്ങനെയാണ് ജനിച്ചതെന്ന്. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്, ഹീറോയിനാണ് തെറ്റുകാരിയെന്ന്. എന്നാൽ ഹീറോയിൻ പറയും നിങ്ങൾക്കറിയാമോ നിങ്ങൾ എന്നെ എന്ത് മോശമായിട്ടാണ് നോക്കിയെന്ന്, നിങ്ങൾക്ക് ചേച്ചീനെ മാത്രമേ ഇഷ്ടമുള്ളായിരുന്നു, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഹീറോയിൻ അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് മനസ്സിലാവത്തില്ല, അത് ഹീറോയിന് നന്നായിട്ട് അറിയാം. അച്ഛനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിട്ട് ഹീറോയിനോട് പറയും നിനക്കുള്ള പണി ഞാൻ തരാം, എന്റെ മോൾ ഇങ്ങനെ തെറ്റായിട്ടുള്ള വഴിയിൽ പോകാൻ പാടില്ല, ഞാൻ ഇത് ഹീറോന്റെ ഫാമിലിക്ക് ചെന്ന് പറഞ്ഞു കൊടുക്കും, നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോന്റെ ഫാമിലിനെ കാണാനായിട്ട് പോവാണ്. എന്നാൽ അമ്മ സമ്മതിക്കത്തില്ല, വേണ്ട അവളുടെ ജീവിതം തകർന്നു എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തും. ഇത് കേൾക്കുന്ന ഹീറോയിൻ ആകെ ടെൻഷനാവും. ഹീറോയിൻ ചോദിക്കും നിങ്ങളുടെ മൂത്ത മോൾക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടാത്തതുകൊണ്ട് എന്റെ ജീവിതം തകർക്കാനായിരിക്കും നിങ്ങളുടെ പ്ലാൻ, അല്ലെങ്കിൽ ഇപ്പം വന്ന ആ കൂട്ടുകാരനില്ലേ അവൻ നിങ്ങൾക്ക് പൈസ തന്നു കാണും എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട്, അതായിരിക്കും നിങ്ങൾക്ക് ഇത്ര പ്രശ്നം, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ മോളല്ല, ഞാൻ നിങ്ങളെ എന്റെ അച്ഛനായിട്ട് പോലും കണക്കാക്കിയിട്ടില്ല, പണ്ട് തൊട്ടേ അതങ്ങനെയാണ്, നിങ്ങൾ എന്നെ നല്ല രീതിയിലല്ല നോക്കിയിട്ടുള്ളത്. ഇതൊക്കെ കേട്ട് അച്ഛനാകെ തകർന്നു പോകും. അച്ഛനും അമ്മയും അങ്ങ് ഇല്ലാണ്ടായിട്ട് എന്റെ മോള് തെറ്റുകാരിയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഓവർ റിയാക്ട് ചെയ്യും. ഇത് കാണുന്ന ഹീറോയിൻ കൂടുതൽ അഭിനയിക്കേണ്ടെന്ന് പറയും. കാരണം ഹീറോയിന്റെ മനസ്സിലൊരു വിചാരം ഉണ്ടല്ലോ ഈ അച്ഛനും അമ്മയ്ക്ക് ഹീറോയിനെ ഇഷ്ടമല്ല എന്ന്. എനിക്കറിയില്ല ഇതിനെപ്പറ്റി എന്താ പറയേണ്ടതെന്ന്. കാരണം പേരൻസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ മക്കളെ നന്നായിട്ട് നോക്കി, എന്നാൽ മക്കളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ നോക്കിയിട്ടില്ല. ആരാ തെറ്റുകാർ ആരാ ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പിന്നെ എന്ത് പറയാനാണ്. ഇപ്പൊ അച്ഛനാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇനി മുതൽ നീ എന്റെ മോളല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അമ്മയും പിറകെ ചെല്ലും. അമ്മ അച്ഛനെ സമാധാനിപ്പിക്കാൻ നോക്കുമെങ്കിലും നടക്കില്ല. അച്ഛനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ്. ഹീറോയിൻ ഇതൊക്കെ നോക്കിക്കൊണ്ട് മണ്ടയിൽ തന്നെ നിപ്പുണ്ട്. പിന്നീട് ഹീറോയിൻ നേരെ പോയി കാണുന്നത് ഈ കൂട്ടുകാരനെയാണ്. കൂട്ടുകാരന്റെ ഓഫീസില് അവിടെ ചെന്നിട്ട് അവന് കുറച്ച് പൈസ കൊടുക്കും. വേറെ എങ്ങനെയല്ല, ഹീറോ ഒരു കാർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തില്ലേ, ഒരു പോർഷെ കാർ, അതാണ് അവള് വിറ്റിട്ടുള്ളത്. അത് വിറ്റിട്ട് ആ പൈസ കൊണ്ടുവന്ന് അവന് കൊടുക്കും. എന്നാൽ അത് അവന് തികയത്തില്ല, അവന് നല്ല രീതിയിൽ എമൗണ്ട് വേണം. ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് അവളെ മിരട്ടും, ഞാൻ എന്തുമാത്രം ചാൻസ് നിനക്ക് തന്നു നിന്റെ ഹസ്ബൻഡിനോട് പറയാനായിട്ട്, എന്നിട്ട് നീ പറഞ്ഞു ഈ കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കിയതെല്ലാം ഞാൻ നശിപ്പിച്ചു കളയും, നീ പണത്തിന് വേണ്ടിയാണ് അവനെ സ്നേഹിക്കുന്നത്, സ്നേഹം നടിക്കുന്നവളാണ് നീ, ഇതൊക്കെ പറഞ്ഞ് അവളെ കുത്തി നോവിക്കാൻ നോക്കും. ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തിരിച്ച് നടന്നു പോകും. കാരണം പൈസ കൊടുത്തല്ലോ, ഇനി അവനെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടാകത്തില്ല, അവന് പൈസയുടെ ആവശ്യമില്ല. എന്നാൽ അതല്ല, അവന് ഹീറോ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവന്റെ കമ്പനിയിലോട്ട് വേറെ കുറച്ച് ആൾക്കാർ വരും, അതാണ് അവന്റെ ആഗ്രഹം. എന്നാൽ അത് നടന്നില്ല. ഹീറോയിൻ കൊണ്ടുവന്ന് പൈസ കൊടുത്തു കാർ വിറ്റിട്ട്. ഈ നേരം ഹീറോനെ കാണിക്കുകയാണെങ്കിൽ ഹീറോന് അവന്റെ അസിസ്റ്റന്റ് വിളിച്ചിട്ട് കാര്യം പറയും ഹീറോയിൻ കാർ വിറ്റുവെന്ന്. എന്നാൽ ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവത്തില്ല, അവൾ എന്തിനാണ് കാർ വിറ്റേന്ന്. വീണ്ടും ഹീറോയിനെ കാണിക്കുകയാണെങ്കിൽ അവൾ തിരിച്ച് നടന്നുവാണ് അവനായിട്ട് വഴക്കിട്ടിട്ട്, ഇനി അവളുടെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല, നിനക്കുള്ള പൈസ തന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൻ ഇതൊന്നും പോരാ, അവളുടെ മുടിക്ക് കയറി കുത്തിന് പിടിക്കും. നിനക്ക് ഞാൻ എന്തുമാത്രം ചാൻസ് തന്നു, എന്നിട്ട് നീ അത് നേരായിട്ട് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ മുടിക്ക് കയറി കുത്തിന് പിടിക്കും നാറി. പക്ഷെ ഹീറോയിൻ വിട്ടുകൊടുക്കത്തില്ല, അവളുടെ ബാഗ് വെച്ചിട്ട് മോന്ത നോക്കി അടിക്കും. അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. പെൺകുട്ടികൾക്ക് നല്ല കനമുള്ള ബാഗ് വാങ്ങിച്ചു കൊടുത്താൽ മതി, ഇത് കണക്കൊക്കെ ചെയ്യുമ്പോൾ വെച്ച് അടിച്ചു കൊടുക്കുക. ഹീറോയിൻ പോവാൻ ഇറങ്ങുമ്പോൾ തന്നെ ഈ കൂട്ടുകാരന്റെ ഫോണിനകത്തോട്ട് ഹീറോ വിളിക്കും. ഹീറോ വിളിച്ചിട്ട് ഒന്ന് കാണാൻ പറ്റുമോ, നമുക്ക് ഗോൾഫ് കളിച്ചിട്ട് ബിസിനസിനെ പറ്റി സംസാരിക്കാന്ന് പറയും. അതിന് ഈ കൂട്ടുകാരനെ സമ്മതിച്ച് ഫോൺ വയ്ക്കും. എന്നാൽ ഹീറോയിൻ പറയും നീ എന്റെ ഹസ്ബൻഡിന്റെ നേർക്കം കാണാൻ പോയാൽ അവന്റെ നിന്ന് പൈസ തട്ടിയെടുക്കാൻ നോക്കിയാലും നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, അതിപ്പോ എന്റെ ജീവിതം നശിച്ചാലും ശരി തന്നെ, ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ ഈ കൂട്ടുകാരന് വാശിയാവും. അവൻ ഫോൺ എടുത്തിട്ട് വീണ്ടും ഹീറോനെ വിളിക്കും. ഹീറോനെ വിളിച്ചിട്ട് പറയും ഹീറോയിൻ എന്റെ കൂടെ ഉണ്ട്, ഹീറോയിനും കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടെന്ന്. അവൻ മഹാ കള്ളനാണ്, മഹാ പച്ച കള്ളനാണ് അവൻ. അങ്ങനെ ഇവരെല്ലാരും കൂടെ ഗോൾഫ് കളിക്കുന്ന സ്ഥലത്ത് ചെല്ലും. ഹീറോ ഗോൾഫ് കളിക്കും. അവന്റെ സൈഡിൽ നിന്ന് തന്നെ ഈ കൂട്ടുകാരൻ അവന്റെ പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കും. അതിങ്ങനാണ് ഇതിങ്ങനാണ്, മെഡിക്കൽ ഫീൽഡുമായിട്ട് കുറെ ബന്ധമുണ്ട്, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. ഹീറോയിൻ ഇതൊക്കെ കേട്ട് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, അത് തൊട്ട് സൈഡിൽ മാറി നിൽപ്പുണ്ട്. അവൾക്ക് വേറെ വഴിയില്ല. ഹീറോനോട് 50 മില്യൺ റേസ് ചെയ്യാൻ പറയും. അവന്റെ 50 മില്യൺ ഉണ്ട്, ടോട്ടൽ പ്രോജക്റ്റ് ആയിട്ട് വരുന്നത് 100 മില്യൺ ആണ്. അതിൽ 50 മില്യൺ അവന്റെ ഉണ്ടെന്ന് കള്ളം പറയും.
എന്നാൽ അവന്റെ 50 മില്യൺ ഒന്നും ഇല്ല. ഹീറോ 50 മില്യൺ അവന് കൊടുക്കണം. ഗോൾഫൊക്കെ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും സംസാരിച്ച് തിരിച്ചു പോകും. അതുപോലെ തന്നെ ഹീറോയും പിറകെയുണ്ട്. ഹീറോ പ്രോജക്റ്റിന് സമ്മതമാണെന്ന് പറയും. കാരണം ഇത് മെഡിക്കൽ ഫീൽഡാണ്, കുറെ അധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റും മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ. ഇത് കേട്ട് സന്തോഷപ്പെട്ട കൂട്ടുകാരൻ അവിടെ നിന്ന് പോകും. പോണേ മുമ്പ് ഹീറോയിനോട് ടാറ്റയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്നേഹത്തിലാണ് പറയുന്നത്. അവൻ പോയതിനു ശേഷം ഹീറോയിൻ നമുക്ക് മെഡിക്കൽ ഫീൽഡുമായിട്ട് വലിയ പരിചയമില്ല, വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട, ചിലപ്പോൾ നഷ്ടം വന്നേക്കാന്ന്. എന്നാൽ ഹീറോന്റെ പ്ലാൻ വേറെയാണ്. വേറെ കുറെ ഇൻവെസ്റ്റേഴ്സിനെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താനാണ് അവന്റെ പ്ലാൻ. ഹീറോയിൻ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഹീറോ വേണ്ടാന്ന് പറയും. ഇപ്പൊ തൽക്കാലത്തേക്ക് പറയണ്ട, നമ്മൾ നല്ല ക്ഷീണത്തിലാണ്, പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് അവളെ കാറി കയറ്റി അവിടെ നിന്ന് പോകും. പിന്നീട് ഹീറോ കമ്പനിയിൽ വരും. കമ്പനിയിലെ അസിസ്റ്റന്റിനോട് ഫണ്ട് റെഡിയാക്കാൻ പറയും. ആ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റിന് കൊടുക്കാനായിട്ട്. അതായത് കൂട്ടുകാരന്റെ പ്രോജക്റ്റ് തന്നെയാണ്. ഈ നേരം കൂട്ടുകാരനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവന്റെ കമ്പനി ആകെ പൊളിഞ്ഞിട്ടുണ്ട്. പൊളിഞ്ഞെന്ന് പറയാൻ അത് കമ്പനിയൊന്നും അല്ല, കുറച്ച് പൈസ കൊടുത്തിട്ട് ആൾക്കാരെ വെറുതെ നിർത്തിയേക്കാണ്. അതുമല്ല പൈസ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2-3 ദിവസം ഈ കമ്പനി മുൻപോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫണ്ട് സംഘടിപ്പിക്കണം. അവന്റെ അസിസ്റ്റന്റ് അങ്ങോട്ട് വന്നിട്ട് ഞാൻ കുറെ നേരമായിട്ട് ഹീറോനെ വിളിക്കുന്നുണ്ട്, എന്നാൽ കിട്ടുന്നില്ല, അവൻ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും. ഇത് കേൾക്കുന്ന അവനാണെങ്കിൽ ടെൻഷനായിട്ട് വീണ്ടും വിളി എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കും. അസിസ്റ്റന്റ് ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഈ കൂട്ടുകാരന്റെ ഫോണിനകത്തോട്ട് ഹീറോ വിളിക്കും. ഹീറോ അല്ല, ഹീറോന്റെ അസിസ്റ്റന്റ് ആണ്. അസിസ്റ്റന്റ് വിളിച്ചിട്ട് ഹീറോയ്ക്ക് ആ പ്രോജക്റ്റിനോട് താല്പര്യം ഉണ്ടെന്ന് പറയും. അതുമല്ല റേറ്റ് കൂട്ടി ചോദിക്കും. എത്രയോ ശതമാനമേ ഉള്ളായിരുന്നു, എന്നാൽ അതിലുപരി 6% കൂട്ടി ചോദിക്കുന്നുണ്ട്. അതിനവൻ പെട്ടെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം അവൻ പൈസയായിട്ട് മുങ്ങാനുള്ള പ്ലാനാണ്. ഇൻവെസ്റ്റേഴ്സിനെ കളക്ട് ചെയ്തിട്ട് അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മുങ്ങാനുള്ള പ്ലാനാണ്. ഈ അസിസ്റ്റന്റ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹീറോ തൊട്ടടുത്തിരുന്ന് എന്തോ വീട്ടിന്റെ പ്ലാൻ നോക്കുന്നുണ്ട്. ഏതോ ഒരു വീട് വെക്കാൻ പോവുകയാണ് അവൻ. അതൊക്കെ ആലോചിച്ച് അതിനെ പറ്റിയൊക്കെ നോക്കി അവൻ അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ ഇതിനകത്തൊന്നും അവൻ ശ്രദ്ധ കൊടുക്കുന്നില്ല. കട്ട് ചെയ്താൽ 4 മാസത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഹീറോയിൻ ഇപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്ത ആൾക്കാരെയൊക്കെ പറഞ്ഞു വിട്ട് അവിടെ നിൽക്കുമ്പോൾ അവൾക്കൊരു ഡൗട്ട്. കുറെ നാളായിട്ട് അവന്റെ ശല്യമൊന്നുമില്ല, ആരുടെ കൂട്ടുകാരന്റെ ശല്യമൊന്നുമില്ല. എന്ത് പറ്റിയെന്ന് അവൾക്ക് അറിയാൻ പാടില്ല. സാധാരണ അവൻ ശല്യം ചെയ്യേണ്ടതാണ്, എന്നാൽ 4 മാസമായിട്ട് അവന്റെ ഒരു വിവരമില്ല, അവനെ കാണാനുമില്ല, എവിടെ പോയെന്ന് അറിയാൻ പാടില്ല. ജോലിയൊക്കെ കഴിഞ്ഞ് ഹീറോയിനെ കാണാനായിട്ട് അവളുടെ വീട്ടിൽ വരും. രണ്ടുപേരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഹീറോ ഒരു ന്യൂസ് എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കും. ആ കൂട്ടുകാരനില്ലേ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചിട്ടുണ്ട്, അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, ഇനി പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ ഹീറോയിനോട് ചോദിക്കും ഞാൻ ഗിഫ്റ്റായിട്ട് തന്ന കാറ് നീ വിറ്റോന്ന്. ഹീറോയിൻ വിറ്റെന്ന് പറയും. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് അവൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ആ പൈസ ഉപയോഗിച്ചത്. കൂട്ടുകാരന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അത് നഷ്ടപ്പെട്ടു പോയെന്ന് ഹീറോയിനോട് കള്ളം പറയും. ഹീറോ അവളോട് പറയും നിനക്കിനി പൈസയുടെ ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് തരാം, ഉള്ള കാര്യങ്ങളൊന്നും വിറ്റിട്ടല്ല പൈസ ഉണ്ടാക്കേണ്ടതെന്ന്. ഹീറോയിനും അതിന് സമ്മതിക്കും. രണ്ടുപേരും സ്നേഹത്തോടെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കൊടുത്തിട്ട് പങ്കുവെച്ച് കഴിക്കും. ഹീറോ ചിലപ്പോൾ അറിഞ്ഞു കാണും അവന്റെ അസിസ്റ്റന്റിനെ വെച്ച് അന്വേഷിച്ചിട്ട് ഹീറോയിൻ എന്തെങ്കിലും കള്ളത്തരം ഒപ്പിക്കുന്നുണ്ടെന്ന്. അവൻ അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. ചിലപ്പോൾ അറിഞ്ഞു കാണും. ഇനി അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അഭിനയിക്കുന്നതാണെങ്കിലോ. പിറ്റേ ദിവസം ഹീറോയിൻ സിസ്റ്ററിനെ വന്ന് കാണും. സിസ്റ്ററും ഹീറോയിനും ഒരു കടയിലിരുന്ന് കഴിക്കുകയാണ്. അതുപോലെ തന്നെ ഹീറോയിൻ സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ പറയും. ഹീറോയ്ക്ക് ഇനിയിപ്പോൾ ഡൗട്ട് ഉണ്ടോ, അതിനി അറിയാൻ പാടില്ല, ചിലപ്പോൾ അവൻ കണ്ടുപിടിച്ചോ, ഒന്നും അറിയാൻ പാടില്ല. സിസ്റ്റർ പറയും ഇനി നീ അത് മറച്ചു വെക്കുന്നത് ഒരിക്കലും ശരിയല്ല, സമയം കിട്ടുമ്പോൾ ഹീറോയിനോട് പറയണമെന്ന്. എന്നാൽ ഹീറോയിൻ അത് പറയണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ പറയാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അവൾ അവസരം കിട്ടിയാൽ പറയാന്ന് പറയും. ഇവരിവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ പുറത്തൂടെ നമ്മുടെ ഡോക്ടർ നടന്നു പോകുന്നുണ്ട്. സിസ്റ്റർ ആണെങ്കിൽ ആകെ എക്സൈറ്റഡ് ആയിട്ട് പുറത്തിറങ്ങി ചെല്ലും. ബാ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് അവനെ അകത്ത് വിളിച്ചുകൊണ്ട് വരുന്നു. അവനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ നേരത്ത് നമ്മുടെ ഹീറോയിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. ഹീറോയിൻ നല്ലൊരു ജേർണലിസ്റ്റ് അല്ലേ, റിപ്പോർട്ടറായിട്ടൊക്കെ ഉണ്ട്, അവളുടെ സൈനൊക്കെ വേണമെന്ന് പറയും. നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ അവനിങ്ങനെ ഫുഡ് വാരി വെച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. ഈ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കൊടുക്കുന്നില്ലേ, അവന് പറക്കി വെച്ച് കൊടുക്കുന്നില്ലേ. ഈ പെൺകുട്ടി ഇത് ചെയ്യുമ്പോൾ ഈ നാറി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഹീറോയിനെ പറ്റി പുകഴ്ത്തും. നീ ഭയങ്കര ജേർണലിസ്റ്റ് അല്ലേ, നിന്റെ സൈൻ വേണം, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സിസ്റ്ററിനാണെങ്കിൽ ആകെ വിഷമാവും. അവള് വിഷമിച്ചിട്ട് മാറിയിരിക്കും. അതുമല്ല ഇന്ന് എന്റെ ചെലവാന്ന് ഈ ഡോക്ടർ പറയും. ഇത് കേൾക്കുന്ന സിസ്റ്ററിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടുത്തെ ആൾക്കാരോട് 30 പ്ലേറ്റ് മട്ടൻ കൊണ്ടുവരാൻ പറയും. നിങ്ങൾ വിചാരിക്കും 30 പ്ലേറ്റ് അവള് തിന്നുമെന്ന്. ഇതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസാണ് ഈ മട്ടൻ, മനസ്സിലായോ? ഡോക്ടർ ഇത് കേട്ട് ഞെട്ടും. നീ 30 പ്ലേറ്റ് മട്ടനൊക്കെ കഴിക്കുമെന്ന്. കഴിച്ചു കഴിഞ്ഞ് സിസ്റ്ററും പിന്നെ ഡോക്ടറും കൂടെ വീട്ടിൽ തിരിച്ചു വരും. രണ്ടുപേരും ഓപ്പോസിറ്റ് ആണല്ലോ താമസിക്കുന്നത്. ഈ ഡോക്ടർ ആണെങ്കിൽ നമ്മുടെ സിസ്റ്ററിനെ ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കും. ഇവനാണ് അവൾക്ക് ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നത്, ചില സബ്ജക്റ്റ് ഒക്കെ ട്യൂഷൻ പോലെ. എന്നാൽ അവൾക്ക് അതിനോട് താല്പര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവളെ മൈൻഡ് ചെയ്യാതെ ഹീറോയിനുമായിട്ടല്ലേ അവൻ കുറെ സംസാരിച്ചത്. അതുകൊണ്ട് അവൾക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ കുറെ മട്ടൻ കഴിച്ചു, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൾ കയറി ഡോർ അടയ്ക്കും. ഡോക്ടറിന് കാര്യം മനസ്സിലാവത്തില്ല, ഇവൾ എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന്. രാത്രിയാകുമ്പോൾ ഹീറോയിൻ വീട്ടിൽ വരുമ്പോൾ അവിടുത്തെ ഡൈനിങ് ടേബിളിൽ അവൾ വിറ്റ കാറില്ലേ അതിന്റെ താക്കോലിരിപ്പുണ്ട്. അത് കാണുമ്പോൾ ഹീറോയിന് മനസ്സിലാവും ഹീറോ അവൾക്ക് വേണ്ടി ആ കാർ തിരിച്ചെടുത്തിട്ടുണ്ടെന്ന്. ഇത് കാണുന്ന ഹീറോയിൻ ആകെ വിഷമിച്ചിട്ട് ഹീറോയിനെ കാണാൻ ചെല്ലും. ഹീറോയിനോട് ചെന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയാമോ, അവൾക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരിയാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. അത് അവള് കല്യാണത്തിന് ശേഷം പറയണ്ടേന്ന് അറിയാതെ നിൽക്കാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഹീറോനോട് ഇങ്ങനെ ചോദിക്കും. ഹീറോ പറയും അങ്ങനെയൊക്കെ ഉണ്ടോ, പക്ഷെ ആ കൂട്ടുകാരി അതിപ്പോ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്, നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് ഹീറോയിന്
അടുത്ത് പിടിച്ചിരുത്തും. ഹീറോയിനോട് പറയും ആ കൂട്ടുകാരി ഇപ്പം കല്യാണത്തിന് ശേഷം എന്തെങ്കിലും പറയുവാണെങ്കിൽ തന്നെ അത് ആ ബന്ധത്തിൽ ഒരു വിള്ളല് വരുത്തും. അതുമല്ല ആ പെൺകുട്ടീനെ പിന്നെ ആ ഹസ്ബൻഡ് വിശ്വസിക്കത്തില്ല. ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയാൻ വന്ന കാര്യം വേണ്ടാന്ന് വയ്ക്കും. അവള് നമ്മുടെ ഹീറോയിനോട് പറയാന്ന് വെച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും. എന്നാൽ ഇത് പറഞ്ഞപ്പോൾ ഹീറോയിൻ വേണ്ടാന്ന് വയ്ക്കും. അവൾക്ക് എന്നിട്ട് കമ്പ്യൂട്ടറിൽ ഒരു കാര്യം കാണിച്ചു കൊടുക്കും. ഏതൊരു ഗസ്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഹീറോയിനെ കാണാനായിട്ട്. ആ ഗസ്റ്റിനെ നല്ല രീതിയിൽ നോക്കണം. അതുകൊണ്ട് തന്നെ അത് ഹീറോയിനെ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവര് ഇച്ചിരി അഹങ്കാരമുള്ള ടീംസ് ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല ആൾക്കാരോട് പെരുമാറുന്നത്. മീൻസ് അവർ പെരുമാറും, എന്നാലും ആദ്യത്തെ ഒരു ഇംപ്രഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. കട്ട് ചെയ്താൽ ഹീറോ ആണെങ്കിൽ ആ ഗസ്റ്റില്ലേ അവർ രണ്ടുപേരെയും കാണാനായിട്ട് ഏതൊരു വലിയ ഹോട്ടലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ ഫോണിൽ ആരോ വിളിച്ച് പറയുന്നുണ്ട് അവരെന്ന് വെച്ചാൽ വലിയ ആൾക്കാരാണ്, അവരെ നേരെ പോയി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, നല്ല അഹങ്കാരികളാണ്, എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല എന്ന്. അവൻ അവരെ കാണാൻ പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ട് 11ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.